ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഏതാണ്ട് 5 മാസക്കാലം അവിടെ നിൽക്കുന്ന വ്യാഴം ഒക്ടോബർ 31 ചിങ്ങൻ രാശിയിലേക്ക് മാറും. ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായ വ്യാഴം ഏതാണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ശുഭഫലങ്ങൾ മാത്രമാണ് നൽകുക. ദോഷഫലങ്ങൾ കാര്യമായി ചെയ്യുന്നതല്ല. അവിട്ടം, പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറിൽപ്പെട്ടവർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം എങ്ങനെ അനുഭവപ്പെടും എന്ന് പരിശോധിക്കാം. ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം ശുഭകരമാണ്. പൂർണ്ണ ബലവാനായി ഉച്ചസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം കൂടുതൽ ശക്തമായ ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. വ്യാഴം പുത്രകാരകനും ധനകാരകനും ആണ്. കൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും. സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, കീർത്തി, പുത്രൻ, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി നിരവധി സാത്വിക കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. അഭീഷ്ട കാര്യസിദ്ധിയും സ്ഥാനാന്തര പ്രാപ്തിയും ധനലാഭവുമാണ് വ്യാഴത്തിന്റെ 6-ാം ഭാവത്തിലെ ചാരഫലം. ഉച്ചസ്ഥനായ വ്യാഴം ഈ ഫലങ്ങൾ കൂടുതൽ ശക്തമായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടുത്തും. തീവ്രമായ ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് വ്യാഴത്തെ കൊണ്ട് ഈ 5 മാസക്കാലം അനുഭവിക്കാൻ ഇടവരും. ഏതൊക്കെ കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും അതൊക്കെ ഇവർക്ക് സാധിക്കുവാൻ കഴിയും. സ്വന്തമായി ഒരു വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യം സാധിക്കുന്നതാണ്. അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കാത്തവർക്ക് അത് ഉണ്ടാകും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ തങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതാണ്. രോഗദുരിതം വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് വിട്ടുമാറി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയോടെ കഴിയുവാൻ അവസരമുണ്ടാകും. തുടർച്ചയായി ചികിത്സ നടത്തി വരുന്ന ഈ കൂറുകാർക്ക് ചികിത്സകളൊക്കെ അവസാനിപ്പിച്ച് മനസ്സിന് സുഖവും സന്തോഷവും അനുഭവിക്കാൻ ഇടവരും. ചികിത്സ അവസാനിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ സാമ്പത്തിക ബാധ്യതയും കാര്യമായി കുറയുന്നതാണ്. മാധ്യമരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മരംഗത്ത് അസാധാരണമായ പുരോഗതി അനുഭവപ്പെടും. മാനസികമായ സംതൃപ്തി തൊഴിൽ രംഗത്തു നിന്നും ഇവർക്ക് അനുഭവപ്പെടും. സാമ്പത്തിക ലാഭവും കൂടുതലായി വന്നു ചേരും. ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കൂടുതൽ പുരോഗതി ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രമോഷൻ ആഗ്രഹിക്കുന്ന ഈ കൂറുകാർക്ക് അതിന് അനുകൂല സമയമാണ്. അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര പദവിയിൽ പ്രവേശിക്കുവാനും അവസരം ലഭിക്കും. മറ്റുള്ളവരുടെ സ്നേഹാദരവുകൾ പിടിച്ചു പറ്റുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടൊഴിയും. മെച്ചപ്പെട്ട സാമ്പത്തിക നില ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കൈവരുന്നതാണ്. ചിട്ടി, ലോണ് ഇതൊക്കെ ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ വളരെ വേഗത്തിൽ ലഭിക്കും. വളരെ കാലമായി കിട്ടുവാനുള്ള പണം പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കും. നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മമേഖല ലാഭത്തിലേക്ക് മാറും. പുതിയ പുതിയ കർമ്മമേഖല കണ്ടെത്തുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി 2, 10, 12 ഭാവങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. 10-ാം ഭാവത്തിലേക്ക് അനുഭവപ്പെടുന്ന ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം കർമ്മമേഖലയിൽ വലിയ ഉണർവ് അനുഭവപ്പെടും. തൊഴിൽപരമായി പരാജയം അനുഭവിച്ചു വന്നിരുന്ന ഈ കൂറുകാർക്ക് തൊഴിൽപരമായി വലിയ നേട്ടം അനുഭവപ്പെടും. കച്ചവടവും വ്യവസായവും നഷ്ടത്തിലായി സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചിരുന്ന ഈ കൂറുകാർക്ക് അവരുടെ കർമ്മമേഖലയിൽ നിന്നും കൂടുതൽ ലാഭം അനുഭവിക്കാൻ ഇടവരും.
സ്ഥിരമായ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടിയ ഈ കൂറിൽപ്പെട്ടവർക്ക് ഒരു സ്ഥിര ജോലി ലഭിക്കുവാൻ ഇടവരും. പുതിയ ജോലി അന്വേഷിക്കുന്ന വിദ്യാസമ്പന്നർക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു തൊഴിൽ കണ്ടെത്തുവാൻ കഴിയും. തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ ഇല്ലാതായി മനസ്സമാധാനത്തോടെ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ സഹകരണം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. 10ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി മൂലം തങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടുതൽ ശ്രേയസ് അനുഭവപ്പെടും. കുടുംബ സ്വത്തുക്കൾ കൂടുതലായി അനുഭവിക്കുവാൻ ഇടവരും. കൂടാതെ 12ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഈ കൂറുകാർക്ക് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്ന പാഴ്ചെലവുകളൊക്കെ ഇല്ലാതാവും. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുവാൻ ഇവർക്ക് സാധിക്കും. വീട് വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ പണം ചിലവാക്കുന്ന ഒഴിച്ച് മറ്റ് പാഴ്ചെലവുകളൊക്കെ ഇവർക്ക് തീർത്തും ഇല്ലാതാവും. തങ്ങളുടെ സമ്പത്ത് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാകും ഇവർ വിനിയോഗിക്കുക. പാഴ്ചെലവുകൾ ഇല്ലാതാകുന്നതിലൂടെയും സാമ്പത്തിക രംഗത്ത് പുതിയ ഉണർവ് അനുഭവപ്പെടും. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാനും വിദേശത്ത് തൊഴിൽ നേടുവാനും ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ കർക്കിടകം രാശിയിലെ സ്ഥിതി കൂടുതൽ അനുകൂലമാണ്. 2ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി മൂലം സാമ്പത്തികമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും. കടബാധ്യതകൾ ഉള്ളവർക്ക് അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കുവാനും പല മാർഗത്തിലൂടെ ധനനേട്ടം അനുഭവപ്പെടാനും ഇടവരും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഇവർക്ക് വന്നു ചേരും. പല മാർഗത്തിലൂടെ സാമ്പത്തിക നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ചും കർമ്മരംഗത്തു നിന്നും കൂടുതൽ ലാഭം ഇവർക്ക് വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂല സമയമാണ് വ്യാഴത്തിന്റെ ഉച്ചരാശസ്ഥിതി മൂലം സംജാതമാകുന്നത്. അതുപോലെ വാക് വൈഭവം ഇവർക്ക് കൂടുതലായി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. വാക് ചാതുര്യം മൂലം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും സ്വാധീനിക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇതുമൂലം മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഇവർക്ക് വാക് ചാതുര്യം കൊണ്ട് കഴിയുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അനൈക്യം തീർത്തും ഇല്ലാതാവും. ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായിട്ട് എന്നത്തേക്കാൾ ഉപരി ദൃഢമായ ഒരു സഹകരണം അനുഭവപ്പെടും. പരസ്പര ഐക്യവും സഹായവും കുടുംബത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകുന്നതിന് കാരണമാകും. മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ വലിയ അംഗീകാരം ലഭിക്കുന്നതിനും ഈ കൂറുകാർക്ക് ഇതുമൂലം സാധിക്കുന്നതാണ്. വ്യാഴത്തിന്റെ ഉച്ചരാശസ്ഥിതി മൂലം കുംഭക്കൂറിൽ ജനിച്ചവർക്ക് കൂടുതൽ അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും വെച്ചുയർത്തി മുന്നോട്ട് പോകുന്ന കുംഭക്കൂറിൽപ്പെട്ടവർക്കെല്ലാം വലിയ ജീവിത വിജയങ്ങൾ വന്നു ചേരും. ഈ കൂറിൽപ്പെട്ടവർക്കെല്ലാം കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.